എന്തൊക്കെ മേജർ ബ്ലെസ്സിങ്സ് ആണ് വെരി സൂൺ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്? ലെറ്റ്സ് സീ. ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി ആൻഡ് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് വെരി സൂൺ നിങ്ങളുടെ ലൈഫിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ ഡിഫറെന്റ് ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വരുന്നതായിരിക്കാം. നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം. ഓൾറൈറ്റ്, അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പാരന്റ്സോ നിങ്ങളുടെ പാർട്ട്ണറോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓൾറൈറ്റ്, സോ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിലേക്കൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ക്രൈസിസ് ഉണ്ടാവുന്ന സമയത്ത് നിങ്ങളുടെ പാരന്റ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ, നിങ്ങളുടെ സ്പൗസ് ആയിരിക്കാം വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അതിന് വളരെ സപ്പോർട്ടായിട്ട്, ഇപ്പൊ ഇത്ര സമയമായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ അവിടുന്ന് വന്നിട്ടുണ്ടെങ്കിൽ വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിലുള്ള ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ജോബിലേക്കൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുന്ന ജോബില് അത്രമാത്രം ആത്മാർത്ഥത അല്ലെങ്കിൽ നിങ്ങളാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നിപ്പിക്കുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയായിരിക്കാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, അങ്ങനെയായിരിക്കാം കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വർക്ക്, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവിടെ ആളുകൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആളുകൾ അത് നോട്ടീസ് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള ജോബില് മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ കുറച്ച് സമയത്തേക്ക് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന ഏറ്റവും ഒരു മേജർ ബ്ലെസ്സിംഗ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എൻഗേജ്ഡ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ ഡെഡിക്കേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അവിടെ നിങ്ങൾ കോമ്പീറ്റ് ചെയ്യാൻ ആളുകൾ ഉണ്ടാവുന്നില്ല. ഓക്കെ, സോ നിങ്ങൾ അത്ര ഒരു പങ്ക്ച്വൽ ആവുന്നുണ്ടായിരിക്കണം, അത്ര ഒരു കൺസിസ്റ്റൻസിയിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നുണ്ടായിരിക്കണം, അത്ര ഓർഗനൈസ്ഡ് ആയിട്ട് അത്ര വെൽ പ്ലാൻഡ് ആയിട്ട് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കണം. ഇതിനൊക്കെ നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആരാണോ നിങ്ങളുടെ കൂടെ ഉള്ളത് അവർ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിൽ ഇതുപോലത്തെ ഒരു ചേഞ്ച് അല്ലെങ്കിൽ സക്സസ് ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ സ്ട്രോങ് പില്ലേഴ്സ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് എന്ന് പറയുന്നതും അതാണ്. ഓക്കെ, അത് നിങ്ങളുടെ ഫാമിലിന്നോ അല്ലെങ്കിൽ പുറത്തുനിന്നോ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം. ഓക്കെ, സോ ഇതുപോലത്തെ ഒരു ഫൈനാൻഷ്യൽ ചേഞ്ച് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ആൻഡ് നിങ്ങൾക്ക് ഉണ്ടാവുന്ന മറ്റൊരു ബ്ലെസ്സിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രോബ്ലം റെക്കഗ്നൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എവിടെ നിന്നാണ് ഒരു പ്രശ്നം ഉണ്ടാവുന്നത്, അതുകൊണ്ടായിരിക്കും നിങ്ങളുടെ വർക്ക് പ്ലേസിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നിൽക്കുന്ന പ്ലേസ്, നിങ്ങൾ ഡീൽ ചെയ്യുന്ന ആളുകള് നിങ്ങൾ ഒരുപാട് സ്റ്റക്ക് ആയിട്ട് നിർത്തുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളൊരു ഡ്രാമയിൽ കൊണ്ടുവെക്കുന്നുണ്ട്. അതായത് സെയിം പാറ്റേണിൽ തന്നെ പോവുക, സെന്റിമെന്റൽ ആയിട്ട് കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുക, ഇത് എൻകറേജ് ചെയ്യുന്ന ആളുകളായിരിക്കാം. ഓക്കെ, സോ അങ്ങനത്തെ ചില സിറ്റുവേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇമോഷണൽ സിറ്റുവേഷൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഈവൻ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. സോ ചില ആളുകൾ നിങ്ങളുടെ അടുത്ത്, കാരണം ചില ആളുകൾ നിങ്ങളുടെ അടുത്ത് വളരെ സെന്റിമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിൽ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കണം. അല്ലെ, മേ ബി നിങ്ങളും അങ്ങനെ നിൽക്കുന്നുണ്ടായിരിക്കണം. പക്ഷെ അതിലൊക്കെ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. കുറച്ചുകൂടെ അംബീഷ്യസ് ആയിട്ടുള്ള ആളുകളിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ലൈഫിൽ ഒരു ഇൻസ്പിറേഷൻ തരുന്ന, ലൈഫിൽ ഒരു ഗ്രോത്തിലേക്ക് കൊണ്ടുവരാൻ ലീഡ് ചെയ്യുന്ന, ഹെൽപ്പ് ചെയ്യുന്ന ആളുകളിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ആളുകളെ കൊണ്ട് നിങ്ങൾക്ക് വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ഉണ്ടാകുന്നുണ്ട്. സോ പ്രോബബ്ലി നിങ്ങളുടെ ഒരു ചില പാറ്റേൺ, ആളുകളുമായിട്ടുള്ള ചില പാറ്റേണിലൊക്കെ ചില മാറ്റങ്ങളൊക്കെ നിങ്ങൾ വരുത്താനുള്ളൊരു പോസിബിലിറ്റീസ് വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. ഓൾറൈറ്റ്, നിങ്ങൾക്കുള്ളൊരു മെസ്സേജും അതാണ്. നിങ്ങൾ ചില ആളുകളുടെ ഒരു അവരുടെ ഒരു ഫാന്റസിയിൽ നിങ്ങൾ കണക്ട് ചെയ്ത് അല്ലെങ്കിൽ അവിടെ സ്റ്റക്ക് ആയിട്ട് നിൽക്കാതിരിക്കുക, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ സ്റ്റോറി നിങ്ങൾ ഒരുപാട് കേൾക്കാതിരിക്കുക, എസ്പെഷ്യലി സെന്റിമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ, പ്രോബ്ലംസ്. ഇറ്റ്സ് ഓക്കെ, ലൈക്ക് ചില സമയത്ത് നമ്മൾ ആളുകളെ സപ്പോർട്ട് ചെയ്യണം. പക്ഷെ അത് കോൺസ്റ്റന്റ്ലി ഒരേ പ്രശ്നം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ലൈക്ക് നമ്മൾ നമ്മുടേതായിട്ടുള്ള കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, സെന്റിമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം, മറ്റുള്ള ആളുകളെ പറ്റിയിട്ട് പറയാം, അവരുടെ ലൈഫിനെ പറ്റിയിട്ട് പറയാം. ഓക്കെ, സോ ഒരു അൺപ്ലസന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ഒരു പ്ലേസ് എന്നൊക്കെ നിങ്ങൾ കഴിയുന്നതും മാറി നിൽക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ അതിലേക്ക് കുറച്ചുകൂടെ അവെയർ ആയിട്ടും വരുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് നിങ്ങളുടെ ചില ബ്ലോക്കേജ് എവിടുന്ന് വരുന്നുണ്ട്, നിങ്ങളുടെ ചില കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ലൈഫിന്റെ പഠനത്തിന് വേണ്ടി, ജീവിതം കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ടും ലൈഫിൽ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾ പുതിയ പ്ലേസിലേക്ക് പോവാണ്. ഓക്കെ, സോ അത് നിങ്ങൾ വേറെ വീട്ടിലേക്കോ അല്ലെങ്കിൽ വേറെ പ്ലേസിലേക്കോ പോവാന്നുള്ളതല്ല.
എന്നുള്ളതല്ല, നിങ്ങൾ എനർജറ്റിക്കലി അങ്ങനത്തെ ഒരു മാറ്റം നിങ്ങളിൽ വരുത്തുന്നുണ്ട്. ഓക്കെ, സോ എനർജറ്റിക്കലി ചില ആളുകളായിട്ട് നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആവുന്നതായിരിക്കാം. നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഗ്രോത്ത് കിട്ടുന്ന ഒരു പ്ലേസിലേക്ക്, അല്ലെങ്കിൽ കുറച്ചുകൂടി പ്ലസന്റ് ആയിട്ടുള്ള ഒരു പ്ലേസിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് വളരെ സന്തോഷം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കാരണം വളരെ മനസ്സിലാക്കുന്നതും വളരെ പ്ലസന്റും വളരെ ഓപ്പൺ ആയിട്ടുള്ള കോൺവെർസേഷനും ഒക്കെ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ പുതിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ടായിരിക്കണം. വാഹനമായിരിക്കാം ചില ആളുകൾക്ക്, 2 വീലർ പോലത്തെ എന്തെങ്കിലും കാര്യം, ഓർ സൈക്കിൾ, ചില ആളുകൾ സൈക്കിൾ വാങ്ങിക്കുന്നുണ്ട്, ഓർ ചില വാഹനങ്ങളെ പറ്റിയിട്ട് നിങ്ങൾ കൂടുതൽ പഠിക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന വാഹനങ്ങളെ പറ്റി, വാങ്ങാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളെ പറ്റിയിട്ട് നിങ്ങൾ കൂടുതൽ പഠിക്കാനൊക്കെ, അല്ലെങ്കിൽ ചില താല്പര്യങ്ങൾ, നിങ്ങൾക്ക് പുതിയ പുതിയ ചില താല്പര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ അത് തന്നെയാണ് നിങ്ങൾക്കൊരു നിങ്ങളുടെ ലൈഫിലൊരു ട്രാൻസ്ഫർമേഷൻ സംഭവിക്കുന്നത്. സോ പല കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസ് ഗ്യാദർ ചെയ്യുന്നുണ്ട്, ഒരു ചേഞ്ച് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി. ഓക്കെ, അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ചില മാറ്റങ്ങൾ, നിങ്ങളുടെ ചില ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ടുള്ള വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, സോ എല്ലാം നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ പോവാന്നുള്ളതല്ല. ചില സിറ്റുവേഷൻസ് മനസ്സിലാക്കാനും ചില പ്ലേസ് മനസ്സിലാക്കാനും ചില ആളുകളെ മനസ്സിലാക്കാനുള്ളതായിട്ടുള്ള ചില അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബട്ട് ഡെഫിനറ്റ്ലി അത് നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് ആണ്. ഓക്കെ, സോ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പ്രോക്രാസ്റ്റിനേറ്റ് ഒക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ കുറച്ചുകൂടി കൺസിസ്റ്റന്റ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, സോ വളരെ വെൽ പ്ലാൻഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഈവൻ ലൈക്ക് ഇപ്പൊ നിങ്ങൾ അത് കണക്ട് ചെയ്യുന്നത് കുറച്ച് വീക്സ് ടൈമിലേക്കാണ്, അല്ലെങ്കിൽ ഒരു കുറച്ച് മാസം ടൈമിലേക്കാണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ടൈമിൽ നിങ്ങൾ വളരെ ഡെഡിക്കേറ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരു മേജർ ചേഞ്ച് കൊണ്ടുവരാൻ സഹായിക്കുന്ന ചില കാര്യങ്ങളാണ്. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങൾ വീക്ക് ആയിട്ടുള്ള ചില ആളുകൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എൻകറേജ് ചെയ്യുന്നുണ്ട്. പ്രായമായിട്ടുള്ള ആളുകളായിരിക്കാം, അത് നിങ്ങളുടെ വീട്ടിൽ തന്നെയുള്ള ആളുകളൊക്കെ ആയിട്ടായിരിക്കാം. ഓക്കെ, സോ ഓൾ ഓഫ് സഡൻ നിങ്ങളുടെ ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഓൾ ഓഫ് സഡൻ ചില ആനിമൽസ് ഒക്കെ ആയിട്ട് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉള്ള ഒരു കാര്യമായിരിക്കാം. ഓക്കെ, സോ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഇത്ര കാലമായിട്ട് ശ്രദ്ധിക്കാത്ത ചില ആളുകളെ ഒരു എക്സ്ട്രാ അറ്റൻഷൻ അതിലേക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ ഉള്ള ഒരു എന്തൊക്കെ ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ലൈക്ക് നിങ്ങളുടെ പാരന്റ്സ്, നിങ്ങൾ ഗ്രാൻഡ് പാരന്റ്സ്, അവരുടെ കൂടെ തന്നെ ആയിരിക്കാം നിങ്ങൾ നിൽക്കുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പെറ്റ്സ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ഇതൊക്കെ നിങ്ങൾ ഡെയിലി കാണുന്ന ഒരു കാര്യമായിരിക്കാം. പക്ഷെ ഇതൊന്നും നിങ്ങൾ വേണ്ട രീതിയിലൊരു ശ്രദ്ധ കൊടുത്തിട്ടുണ്ടാവില്ല, എൻഗേജ്ഡ് ആയിട്ടുണ്ടാവില്ല. ഓക്കെ, നിങ്ങൾ വന്ന് ഡെയിലി കണ്ടു പോകുന്നല്ലാതെ ഒരു ഡീപ്പ് ആയിട്ടുള്ള ഒരു എൻഗേജ്മെന്റ് അങ്ങനത്തെ ഒരു പ്ലേസിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കില്ല. പക്ഷെ നിങ്ങൾക്കൊരു വലിയൊരു ബ്ലെസ്സിങ് ഉണ്ടാവുന്നത് ചില വീക്ക് ആയിട്ടുള്ള, അല്ലെങ്കിൽ ചില ജെന്യൂൻ ആയിട്ട് അറ്റൻഷൻ കിട്ടേണ്ട ഒരു പ്ലേസിൽ നിങ്ങൾക്ക് അവരുടെ ഒരു ലൈഫിൽ ഒരു ഭാഗമാവാനും അവരുടെ കാര്യങ്ങൾ കേൾക്കാനും അവരെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾക്കിത് സാധിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ നിങ്ങൾക്കൊരു സിറ്റുവേഷൻ വരുന്ന സമയത്തും നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു മെന്റൽ ഫിസിക്കൽ ഹെൽപ്പ് നിങ്ങളുടെ കൂടെയുള്ള ആളുകളുടെ അടുത്ത് നിന്ന് തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ചില ആളുകൾക്ക് നിങ്ങളുടെ പ്രായത്തിനേക്കാൾ കൂടുതൽ ഒരു ബേർഡൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കണം, ഫിസിക്കലി മെന്റലി ഇമോഷണലി ഒക്കെ വരുന്ന സമയത്ത്. വലിയ പ്രായമായിട്ടുള്ള ആളുകളുടെ പോലത്തെ ഒരു ക്ഷീണം കാര്യങ്ങളൊക്കെ മേ ബി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം. മേ ബി നിങ്ങൾ പോകുന്ന ഒരു അവസ്ഥയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. ഓക്കെ, സോ അവിടുന്ന് നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏതൊക്കെയോ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ സപ്പോർട്ട് ചെയ്യാനുള്ള ആളുകൾ ഉണ്ടാവുന്നുണ്ട്. സോ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് എടുത്തു പറയേണ്ട ഒരു മാറ്റം അല്ലെങ്കിൽ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജോബിലും നിങ്ങളുടെ ഫൈനാൻഷ്യലിയും ഉണ്ടാക്കുന്ന ചില മാറ്റങ്ങളാണ്. നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ പഠിക്കാൻ വില്ലിങ് ആവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ചില സ്റ്റഡികളൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ചില സ്കില്ലൊക്കെ നിങ്ങൾ നേടിയെടുക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ. അത് പ്രോബബ്ലി നിങ്ങൾക്ക് ആ ഒരു സ്കില്ല് മാത്രമേ നിങ്ങൾ ഡെവലപ്പ് ചെയ്യാന്നുള്ളതല്ല, ആരായിട്ടാണോ അത് നിങ്ങൾ കണക്ട് ചെയ്യുന്നത്, ആരാണോ നിങ്ങൾ അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത്, അവര് വളരെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, സോ നിങ്ങൾക്ക് എങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ച് ഇറങ്ങി ലൈക്ക് നടന്ന് ഓടി വരിക. ഓക്കെ, സോ കാരണം അത് നിങ്ങളെ വലിയൊരു സക്സസിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്തും അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. റൊമാൻറ്റിക് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഓൾ ഓഫ് സഡൻ നിങ്ങൾ റിലേഷൻഷിപ്പിലേക്കൊക്കെ വീടാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ ഓൾ ഓഫ് സഡൻ ലൈക്ക് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്, അല്ലെങ്കിൽ വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ചില റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. അല്ലെങ്കിൽ ചില ടോപ്പിക്സ് ഇപ്പൊ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ചില ടോപ്പിക്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ചില പ്ലേസിലോ സിറ്റുവേഷനിലോ വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് പോകുന്ന സമയത്ത് അതിലും അൺഎക്സ്പെക്ടഡ് ആയിട്ടും അതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതുമായിട്ടുള്ള ചില ആളുകളെയൊക്കെ നിങ്ങൾ മീറ്റ് ചെയ്യുക. അത് പ്രോബബ്ലി നിങ്ങൾക്ക് ഒരു വലിയൊരു അട്രാക്ഷൻ നിങ്ങൾക്ക് തരാനും
അതൊരു റിലേഷൻഷിപ്പിലേക്കോ അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് ഫീലിംഗ്സിലേക്കോ ഒക്കെ ലീഡ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഇതൊക്കെ നിങ്ങൾ വളരെ നല്ല രീതിയിൽ കണക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓൾറൈറ്റ്, സോ നിങ്ങൾ ചില കാര്യങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിന് വേണ്ടി അല്ലെങ്കിൽ ലൈഫ് ലോങ്ങിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ സീഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ, സ്പെഷ്യലൈസ് സ്കിൽ അല്ലെങ്കിൽ എൻഗേജ്ഡ് ആവുന്ന ആളുകൾ, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്കൊരു ലൈക്ക് ഒരു ഗ്രേറ്റ് അവേക്കനിങ് ആണ്. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ട് ഒന്ന് ഉണർത്തുന്ന ഒരു കാര്യങ്ങളാണ്. ഓക്കെ, സോ പുതിയ ഇമോഷണൽ എക്സ്പീരിയൻസ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ റൊമാൻറ്റിക് ലൈഫിൽ. ഓക്കെ, സോ വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ലൈക്ക് ഓൾ ഓഫ് സഡൻ നിങ്ങൾ ലൈക്ക് കുറെ കാലത്തിന് ശേഷമായിരിക്കും ഒന്ന് ഫ്ലേർട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക, ഒന്ന് റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കുക. സോ ലൈക്ക് അത് വളരെ ഡീപ്പ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നമുക്ക് ഇങ്ങനെ കൊതി തോന്നുന്ന ചില ഫീലിങ്സ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മള് റിയൽ ആണോ എന്നൊക്കെ തോന്നിപ്പോകുന്ന ചില ഫീലിങ്സ്, ചില അതുപോലത്തെ മാറ്റങ്ങൾ നിങ്ങളുടെ ഒരു ബ്ലെസ്സിങ് ആണ്. ഓൾറൈറ്റ്, സോ റിലേറ്റ് ചെയ്യാം നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആൻഡ് ഇഫ് ദിസ് റിയലി നീഡ് ഇറ്റ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ക്ലെയിം ഓൾ ദി ബ്ലെസ്സിങ്സ് ആൻഡ് ലെറ്റ് മീ നോ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ.